ഹൗ ദേ മെയ്ഡ് മണി, ഭാരതം എങ്ങനെ സമ്പന്നമായി എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എത്തുന്നതിന് കാരണമായിട്ട് പറയുന്നത് വിദ്യാഭ്യാസമാണ്, ബുദ്ധിയുടെ തലങ്ങളാണ്. കേവലം ഉപനിഷത്തിലെ ബ്രഹ്മവിദ്യ മാത്രമൊന്നും ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ബ്രഹ്മവിദ്യ ഇവിടെ ഉണ്ട്. അതിനെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ഹാവ് ടു ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് നിരാശ തോന്നാതെ എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ബ്രഹ്മവിദ്യ കൂടിയാണ് എന്ന് ചേർത്തുകൊണ്ട് ആ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ലോകം കൂടി അവിടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, താളം, രാഗം, ശബ്ദവ്യത്യാസങ്ങൾ, സംഗീത സൃഷ്ടി, ആസ്വാദനം തുടങ്ങിയ മേഖലകളിൽ ഗാന്ധർവ വേദത്തിലൂടെയും ചന്ദശാസ്ത്രത്തിലൂടെയും ഭാരതത്തിൻ്റെ പുഷ്ടി പ്രാപിച്ചപ്പോൾ അത് നിരവധി സംഗീതജ്ഞന്മാർക്കാണ് ജന്മം നൽകിയത്. ഇനി സൗണ്ട് എഞ്ചിനീയറിംഗ് കൂടെ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ അതിന് ലോകം മറ്റൊന്നായിട്ട് കാണും. ഞാൻ അതുകൊണ്ടാണ് എങ്ങനെ ഈ ലോകത്ത് സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന ഹംപിയിലെ വിഠലക്ഷേത്രം എങ്ങനെ ഉണ്ടാക്കി, അത് രണ്ടും കൂടിയാണ്. എന്തൊക്കെ ചേർന്നിട്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാകുന്നത്? ഒരു ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്, ശില്പകല, അതിനകത്ത് സംഗീതം, ഒരേ സമയത്ത് നാച്ചുറൽ സ്റ്റോൺസിന്റെ രീതികൾ കണ്ട് പഠിക്കൽ, എന്നിട്ട് അതിൽ നിന്ന് സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന രീതി. അതാണ് ഈ ഹംപിയിലെ ഈ വിഠലക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് സപ്തസ്വര കൽമണ്ഡപം കാണാം. ഇന്നും അതൊക്കെ നമ്മളെ മുമ്പിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആധുനിക കാല വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒട്ടും കുറവല്ല.